കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് 7 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുകയാണ്. കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതും സംസ്ഥാനത്തിന് വിനയായിരുന്നു. കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് അനുകൂല വിധിയുണ്ടാകുകയും ചെയ്തിരുന്നു. നിബന്ധനകളില്ലാതെ കേരളത്തിന് 13,608 കോടി കടമെടുക്കാനുള്ള അനുമതി നൽകാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അധികമായി 21,000 കോടി കൂടി കടമെടുക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യത്തിൽ കേന്ദ്രവും കേരളവുമായി ചർച്ച നടത്താൻ കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ഈ ചർച്ച വിജയകരമായില്ല. അതിനാൽ വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ എന്ന് തുടങ്ങുമെന്നും വ്യക്തമല്ല. കോടതിയിൽ ആശ്വാസ നടപടിയുണ്ടായതിനാൽ ഈ മാസം തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ച വിജയകരമല്ലാത്തതിനാൽ പെൻഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 7 മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമൂലം സംസ്ഥാനത്തെ ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വൈകുന്നതിൽ വിമർശനമുന്നയിച്ച് CPIയും രംഗത്ത് വന്നിരിക്കുകയാണ്. പെൻഷൻ വൈകുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് CPI പങ്കുവച്ചത്. ഇടതുമുന്നണി യോഗത്തിലാണ് CPIയുടെ വിമർശനം. അതേസമയം ക്ഷേമ പെൻഷൻ എത്രയും വേഗം നൽകുമെന്ന യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് CPI ഇക്കാര്യം ഉയർത്തിയത്. 7 മാസത്തോളമായി പെൻഷൻ വൈകുകയാണ്. ഇതിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന നിലപാടിലായിരുന്നു സംസ്ഥാനം. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് പെൻഷൻ വൈകുന്നതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങളുടെ മറുപടി. അതിനിടയിലാണ് വെള്ളിയാഴ്ച നടന്ന LDF യോഗത്തിൽ CPI തന്നെ വിമർശനവുമായി രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമെന്ന വിമർശനത്തിന് മറുപടിയായി വേഗത്തിൽ തന്നെ പെൻഷൻ നൽകുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകി.